വയനാട് ടൗൺഷിപ്പ് ശിലാസ്ഥാപനം ഹൈക്കോടതിയുടെ കണ്ണിൽ പൊടിയിടാനുള്ള കേവലം ഒരു പ്രതീകാത്മക ചടങ്ങ് മാത്രമാണെന്ന് ബിജെപി നേതാവ് എം.ടി. രമേശ്. സംസ്ഥാന സർക്കാരിന്റെ കയ്യിൽ പണമുണ്ടായിട്ടും പുനരധിവാസത്തിന് 8 മാസം കാലതാമസമുണ്ടായതെന്തിനാണെന്ന് മുഖ്യമന്ത്രി വയനാട്ടിലെ ജനങ്ങളോട് മറുപടി പറയണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. എന്ന ചോദ്യത്തിന് ഉത്തരം വയനാട്ടിലെ ജനങ്ങളോട് ഇന്ന് മുഖ്യമന്ത്രി പറയണം. വീട് നഷ്ടപ്പെട്ട നിരപരാധികളായിട്ടുള്ള നിസ്സഹായരായിട്ടുള്ള ആളുകൾ കഴിഞ്ഞ 8 മാസമായി അവർ പല സ്ഥലത്തായിട്ട് താമസിക്കുകയാണ്. അവർക്കാർക്കും സ്വന്തമായൊരു കൂരയുണ്ടാക്കി കൊടുക്കാൻ സർക്കാരിന് സാധിച്ചിട്ടില്ല. ആദ്യമൊക്കെ ഇവർ പറഞ്ഞത് സർക്കാരിൻ്റെ കയ്യിൽ കാശില്ല എന്നായിരുന്നു. പക്ഷേ ഹൈക്കോടതിയിൽ സംസ്ഥാന സർക്കാർ കൊടുത്ത സത്യവാങ്മൂലത്തോടുകൂടി സംസ്ഥാന ഗവൺമെൻറ് അവകാശവാദം പൊളിഞ്ഞുപോയി. സർക്കാരിൻ്റെ കയ്യിൽ കേന്ദ്രവിഹിതമായിട്ടും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കിട്ടിയിട്ടുള്ള പണമായിട്ടും 1000-ലേറെ കോടി രൂപ സംസ്ഥാന സർക്കാരിന് കൈവശമുണ്ട് എന്ന് ഹൈക്കോടതിയിൽ സംസ്ഥാന സർക്കാരിന് സമ്മതിക്കേണ്ടി വന്നു. ഇന്ന് വയനാട്ടിൽ നടക്കുന്നത് ശുദ്ധമായിട്ടുള്ള നാടകമാണ്. ആളുകളെ കബളിപ്പിക്കലാണ്, ആളുകളെ വിഡ്ഢികളാക്കലാണ്. വീട് നഷ്ടപ്പെട്ടവരോട് വീണ്ടും വീണ്ടും ഈ സർക്കാർ ക്രൂരത കാണിക്കുകയാണ്. മാത്രമല്ല ഒരു കാര്യം കൂടി പറയേണ്ടതുണ്ട്.